ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് സൈബർ സെല്ലിൽ. എല്ലാ മന്ത്രിമാരെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട്, എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോൾ അവിടെ ചോർത്തുന്നുണ്ട്. ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഫോൺ കോൾ ചോർത്തുന്നുണ്ടാവും. സൈബർ സെല്ല് പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ ക്രൈം അന്വേഷിക്കാനല്ല. സൈബർ സെല്ല് പ്രവർത്തിക്കുന്നത് ഈ നാട്ടിലെ മന്ത്രിമാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും സമൂഹത്തിലെ ഉന്നതരുടെയും പത്രമാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ അവരുടെ പരിപാടി എന്താണെന്ന് അറിയാനാണ്. ഫോൺ ചോർത്തൽ. പിണറായി വിജയന്റെ ഭരണകാലത്ത് ഫോൺ ചോർത്തലുണ്ടെന്ന് ആദ്യമായി പറഞ്ഞ പത്രപ്രവർത്തകൻ ഞാനാണ്. എൻ്റെ ഫോൺ ചോർത്തലിനെതിരെ എറണാകുളം കമ്മീഷണർക്കും DGPക്കും ഞാൻ പരാതി കൊടുത്തിരുന്നു. മാത്രമല്ല അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെയും അതേപോലെ മന്ത്രിമാരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാം ഫോൺ ചോർത്തുന്നുണ്ട് പിണറായി വിജയൻ. മാത്രമല്ല സ്വപ്നയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു, സ്വപ്നയെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ചെന്ന് കസ്റ്റഡി സമയത്ത് സെക്യൂരിറ്റിയായി നിന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ ഫോണിൽ ശബ്ദരേഖ ഉണ്ടാക്കിയിട്ടാണ് മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംഭവം പുറത്തുവിട്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് വാസവന്റെ മരുമകനായ സഹോദരിയുടെ മകനായ ഒരു പോലീസ് SP ആണ്. ആ SP-യെ പറ്റി തന്നെയാണ് ഇപ്പോൾ കൃത്യമായി PV അൻവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത്. എല്ലാ പത്രക്കാരുടെയും എല്ലാ ആളുകളുടെയും ഫോൺ ചോർത്തുന്നുണ്ട്, PV അൻവറിനെയും ഫോൺ ചോർത്തുന്നുണ്ട് എന്ന് അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് വളരെ ഗുരുതരമായ ഒരു കാര്യത്തിനാണ് ഇപ്പോൾ PV അൻവർ തീ കൊളുത്തിയിരിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ADGP അജിത് കുമാറാണ്. പിണറായി വിജയന്റെ വലങ്കൈയായ ADGP അജിത് കുമാർ. ADGP അജിത് കുമാർ എന്ന് പറഞ്ഞാൽ മുമ്പ് സരിതയെ എറണാകുളം ക്യാമ്പ് ഹൗസിൽ, അതായത് അദ്ദേഹം കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് സരിതയെ ക്യാമ്പ് ഹൗസിൽ വരുത്തിക്കുകയും അവിടെ സരിതയോടൊപ്പം സരിത അവിടെ താമസിക്കുകയും ADGP അജിത് കുമാറിനോടൊപ്പം എല്ലാ തരത്തിലും ഇടപെടുകയും ചെയ്തിട്ടുള്ള കാര്യം സരിത തന്നെ 24 പേജുള്ള തൻ്റെ കത്തിലെഴുതി വെച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം പോലീസ് കമ്മീഷണറായിരിക്കുമ്പോൾ ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സരിതയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത് മുതൽ സരിത ADGP അജിത് കുമാറെ അടുത്ത ബന്ധമായിരുന്നു. ഇതിനെക്കുറിച്ച് മുമ്പൊരു പോലീസ് ഓഫീസർ വളരെ വ്യക്തമായ കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഇപ്പോൾ കൃത്യമായി സരിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ക്രൈം പുറത്തുവിട്ട കാര്യങ്ങൾ ശരിയാണെന്ന് PV അൻവർ തെളിയിച്ചിരിക്കുകയാണ്, പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ PV അൻവർ പറയുന്ന ചില കാര്യങ്ങൾ വസ്തുതാപരമാണ്. പിണറായി വിജയൻ ഉറക്കം കെടുത്തുകയാണ്. തീർച്ചയായും മിനിസ്റ്റർ തന്നെ രാജിവെക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അത്രയ്ക്കും ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു അന്വേഷണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ, ആരെങ്കിലും പൊതു താല്പര്യ ഹർജി കൊടുത്താൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. ഉറപ്പായിട്ടും പിണറായി വിജയന്റെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതായത് അൻവറിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള തിരിച്ചടികൾ കിട്ടുമെന്ന് തിരിച്ചറിയാത്ത ഒരു കോവർ കഴുതയായി പോയി പിണറായി വിജയൻ എന്നുള്ളതാണ് സത്യം. പിണറായി വിജയന് ഇതുവരെ ഉണ്ടാക്കിയ പിടിച്ചു നിന്നിരുന്ന അഭ്യാസങ്ങളൊക്കെ തൻ്റെ വലങ്കയായിരുന്ന PV അൻവർ അടിച്ചു തകർക്കുകയാണ്, എല്ലാം പൊട്ടിച്ചെറുകയാണ്. ഞാനില്ലേ നിങ്ങളും വേണ്ട എന്നുള്ള തീരുമാനമാണ്. അതുകൊണ്ടാണ് പിണറായി വിജയന്റെ വലങ്കയായ എല്ലാ തെമ്മാടിത്തരത്തിനും കൂട്ടുനിന്നിരുന്ന സ്വപ്നയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അവരെ ഒതുക്കാൻ പോലും പ്രവർത്തിച്ചിരുന്ന ADGP അജിത് കുമാറിനുമായുള്ള ഏറ്റുമുട്ടൽ കൃത്യമായി നടത്തിക്കൊണ്ട് PV അൻവർ തെളിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തുടർന്നുള്ള വാക്കുകളിലേക്ക് നമുക്ക് പോകാം. വളരെ പ്രധാനികളായ കള്ളക്കടത്തുകാരാണ് മൂന്നാമത്തെ ഫോണിൽ. ട്രാക്ക് നോക്കിയാൽ എന്താ, MR അജിത് കുമാറിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ആങ്ങളയോട് സംസാരിച്ചു, ഒരു കുഴപ്പമില്ലല്ലോ. ആങ്ങളയുടെ അങ്ങേ തലയിലാണ് മറ്റേ ചങ്ങാതി. അപ്പോ ആ സ്ത്രീയെ ഞാൻ ഇപ്പോ ഇതിലേക്ക് വലിച്ച് ഇഴക്കാൻ ഇപ്പം നിൽക്കുന്നില്ല. കാരണം അതൊരു സ്ത്രീയാണ്. എൻ്റെ ഉമ്മ 14 പ്രസവിച്ചതാണ്. എനിക്ക് 10 പെങ്ങന്മാരുണ്ട്. അവർക്ക് ഒരുപാട് മക്കളുണ്ട്. എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ബ്ലഡിൽ തന്നെ 100 കുട്ടികൾ, സ്ത്രീകൾ എൻ്റെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ ഇപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ആവശ്യമായി വരികയാണെങ്കിൽ അപ്പം നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. പിന്നെ
ഏഷ്യാനെറ്റ്, വിനു വി ജോൺ, എന്നൊക്കെ അറിയാലോ. ഒരു കൊലപാതക കേസിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ ബന്ധപ്പെട്ടവരാരോ ADGPയെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുക. ഇതേപോലത്തെ കോളാണ് കേട്ടോ, ഡയറക്റ്റ് അല്ല, എല്ലാം ഉണ്ട്. സഹായം അഭ്യർത്ഥിക്കുകയാണ്. അതിനുള്ള മറുപടി സഹായിക്കാം എന്ന തരത്തിൽ തന്നെ അജിത് കുമാർ പറയുന്നു. അപ്പോ പോക്സോ കേസ്, ഞാനൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കോഴിക്കോട്. ഒരു കുട്ടിയെ മാറ്റി ശബ്ദം പ്രസിദ്ധീകരിച്ചതിന് കോഴിക്കോട് ഞാനൊരു കേസ് ഫയൽ ചെയ്തു. ആ കേസിന്റെ കാര്യം സംസാരിക്കുന്നു. അതിൽ പ്രയാസം ഉണ്ടാവരുത്. അത് ക്രൈംബ്രാഞ്ച് കേസ് കോടതിയിൽ ഇപ്പോൾ അതിന്റെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. കേസ് വരുമ്പോൾ അറിയാം അതിന് സ്വാധീനം ഉണ്ടായിട്ടുണ്ടോന്ന്. ആ കാര്യം നമുക്ക് കോടതിയിൽ വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ എങ്ങോട്ടേക്കാണ് ഈ പോണത്? എവിടത്തേക്കാണ് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്? ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, അജിത് കുമാറിന് ഒരു അസിസ്റ്റന്റിനെ വെച്ചിട്ടുണ്ട്, ഒരു IPS ഉദ്യോഗസ്ഥൻ. എന്തിനാ? ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് സൈബർ സെല്ലിൽ. എല്ലാ മന്ത്രിമാരെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോൾ അവിടെ ചോർത്തുന്നുണ്ട്. ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഫോൺ കോൾ ചോർത്തുന്നുണ്ടാവും. സൈബർ സെല്ല് പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ ക്രൈം അന്വേഷിക്കാനല്ല. സൈബർ സെല്ല് പ്രവർത്തിക്കുന്നത് ഈ നാട്ടിലെ മന്ത്രിമാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും സമൂഹത്തിലെ ഉന്നതരുടെയും പത്രമാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ അവരുടെ പരിപാടി എന്താണെന്ന് അറിയാനാണ്. അപ്പൊ അതിൽ ചെറിയൊരു വിശ്വാസക്കുറവ് വന്നു. ആർക്ക്? MR അജിത് കുമാറിന്. അത് കൈകാര്യം ചെയ്യുന്നത് വേറൊരു ഓഫീസറാണ്, പേര് ഇപ്പം പറയുന്നില്ല. അപ്പൊ അതിലേക്ക് ആ IPS ഓഫീസറെ സൂപ്പർവൈസ് ചെയ്യാനും ആ കാര്യങ്ങൾ ഡെയിലി റിപ്പോർട്ട് ചെയ്യാനും കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ല. ഈ രാത്രി ചായ ഉണ്ടായി കൊടുക്കുക, വൈകുന്നേരം ആകുമ്പോഴേക്ക് റിപ്പോർട്ട് കൊടുക്കുക. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ ശമ്പളം കൊടുക്കുന്ന ഒരു ഓഫീസറെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുക. പുള്ളി വലിയ പുള്ളിയാട്ടോ, ഇപ്പൊ ഇരുത്തിയിരിക്കുന്ന പുള്ളി. സരിത കേസിൽ ഈ പറയുന്ന റിപ്പോർട്ടിൽ വലിയ പരാമർശം ഉണ്ടായിട്ടില്ല. നല്ല സാധുവായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു IPSകാരനാണ് ഇപ്പോൾ ഈ സൈബർ ചോർത്തുന്ന കാര്യങ്ങൾ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് 2-3 കേസിന്റെ സൂചനയും പറയാം. ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്.